രാവിലെ തന്നെ എൻ്റെ അപ്പൂസിന് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് നൂലപ്പവും നാളികേരപ്പാലുമാണ്. ആൾക്ക് ഈ കറി കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും അതങ്ങനെ തന്നെ കഴിച്ച് ശീലമായിട്ടാണ്. അങ്ങനെ നൂലപ്പം മുകളിൽ ആൾക്ക് നാളികേരം ഇടുന്നതൊന്നും ഇഷ്ടമല്ല. ആൾക്ക് സാധാ നൂലപ്പവും നാളികേരപ്പാലും കറി. അപ്പം ഞാനതവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ ഫുട്ബോൾ കളി കണ്ടിട്ടാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. കഴിക്കലൊക്കെ കുറവ് തന്നെയാണ്. കഴിക്കാൻ നേരമില്ല, വിശക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ രാവിലെ തന്നെ ഇറങ്ങി ഓടുന്നത്. അപ്പം മഴ ആയതുകൊണ്ട് പപ്പ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആൾ അങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കണം. അങ്ങനെ ചേട്ടൻ ഉണ്ണീനെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിരുന്ന് സംസാരിക്കുകയാണ്. ടി വി കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയണേ എനിക്കെൻ്റെ കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത് എൻ്റെ കാലം എനിക്ക് ഒഴിഞ്ഞതായോ എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് കാലും പിടിച്ച് ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ചും ചിരിച്ചിരുന്നപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഡ്രസ്സ് മാറി നിന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. 2-3 ദിവസമായി പറയണത് നമുക്കിങ്ങനെ പായസം കുടിക്കാൻ പോകണമെന്നൊരാഗ്രഹം പറഞ്ഞായിരുന്നു. അപ്പം എന്നാൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് വേഗം പോയി ഡ്രസ്സ് മാറി. മണ്ണുത്തിയിലാണ് കേട്ടോ ഈ കട. ഇവരുടെ കട നമ്മുടെ കാഞ്ഞാണിയിലും ഉണ്ട്, അയ്യന്തോളിലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു അടയും പാലടയും പരിപ്പും ഗോതമ്പ് കൂടി കുടിച്ചു കേട്ടോ. എനിക്കാണെങ്കിലേ മധുരം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എരിവുള്ളത് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടുന്ന് ഉപ്പിലിട്ട അമ്പഴങ്ങയൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു 4-5 അമ്പഴങ്ങ ഞാൻ അവരുടെ ഈ മുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി പോലത്തെ ഒരു ഇതില്ലേ അത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഈ കഴിക്കണത്. അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞത് എങ്ങനെയാണ് ഈ പുളിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണതെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു കുപ്പി അമ്പഴങ്ങയും മേടിക്കാമെന്നും പറഞ്ഞു മേടിച്ചു. അതുമാത്രമല്ല കേട്ടോ, കുറേ നെല്ലിക്കയും മാങ്ങയും ചൂന്യമുളകും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ അരിനെല്ലിക്ക അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് ഒരു ടിന്നും അമ്പഴങ്ങയും മേടിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഭക്ഷണം കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇറങ്ങി വെക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് തന്നെ പോണോടത്തുള്ള കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോഴാണ് ചേട്ടൻ അവിടെ നിന്ന് ഒരു മൈസൂർ പാക്ക് മേടിച്ച് കഴിച്ചിട്ട് ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് സാമ്പാറും ഉപ്പേരിയും ഒരു കൊഴുവ് വറുത്തതൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല മോരുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം.